കലാപം പൊട്ടിപ്പുറപ്പെട്ട ലഡാക്ക്. മോദി ഭരണകൂടത്തെ ഞെട്ടിച്ച കലാപത്തിന്റെ കാരണങ്ങൾ. അതീവ സുന്ദരിയായി കാണപ്പെടുന്ന ലഡാക്ക്, അതിമനോഹര പർവ്വതങ്ങൾ, ബുദ്ധമത ആശ്രമങ്ങൾ, സാഹസിക വിനോദങ്ങൾ, ആരെയും ആകർഷിക്കുന്ന തടാകങ്ങൾ, ഒരു സഞ്ചാരിക്ക് ഒരിക്കലും മറക്കാനും മാറ്റിവെക്കാനുമാവാത്ത മനോഹര നാട്. ലഡാക്കിന്റെ തലസ്ഥാനമായ ലേ സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കുന്ന സംസ്കാര സമ്പന്നമായ പൈതൃകവും സുന്ദരമായ ചുറ്റുപാടുകളും. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മോട്ടോർ വാഹന പാതകളിലൊന്നായ ഗർദുംഗ്ല പാസ് ലഡാക്കിലാണ്. നീല നിറത്തോടെ നമ്മെ മാടി വിളിക്കുന്ന പാങ്കോങ് തടാകം അതിമനോഹരം തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 14,100 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു പാങ്കോങ് തടാകം. രാജ്യത്തെ ഏറ്റവും വലുതും പ്രകൃതിദത്ത ഉപ്പുരസമുള്ള തടാകങ്ങളിൽ ഒന്നാണ് പാങ്കോങ്. പ്രകൃതി സൗന്ദര്യം വാനോളം ഉയർത്തി പറയാൻ സാധിക്കുന്ന ലഡാക്കിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടതെന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലയാണ് ലഡാക്ക്. ലേ, കാർഗിൽ എന്നീ 2 ജില്ലകൾ ഉൾപ്പെടുന്നതാണ് ലഡാക്ക്. ബുദ്ധമത വിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും 2 വിശ്വാസങ്ങളിലാണെങ്കിലും ഒന്നിച്ചു തുടരുന്ന നാടുകൂടിയാണ് ലഡാക്ക്. ലേയിൽ യുവാക്കൾ നടത്തിയ പ്രതിഷേധം കലാപമായി മാറിയതിനാൽ നിരോധനാജ്ഞ തുടരുകയാണ്. പ്രതിഷേധക്കാരുടെ ആവശ്യത്തിൽ സംസ്ഥാന പദവി മാത്രമല്ല, ഗോത്രവർഗ മേഖലയായ ലഡാക്കിന്റെ തനതായ സ്വഭാവം സംരക്ഷിക്കുകയും വേണമെന്നതാണ്. കഴിഞ്ഞ ഡിസംബർ മുതൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ചകൾ നടന്നതാണ്. മെയ് മാസത്തിലാണ് അവസാന കൂടിക്കാഴ്ച നടന്നത്. സമരങ്ങളെല്ലാം സമാധാനപരമായിരുന്നു. എന്നാൽ സമാധാനപരമായ പ്രതിഷേധങ്ങളിലൂടെ തങ്ങൾക്ക് ഒന്നും ലഭിക്കില്ലെന്ന ചിന്ത ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് സോനം വാങ്ചുക് മുമ്പ് തന്നെ ആശങ്കപ്പെട്ടിരുന്നത്. ലഡാക്കിനെ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താമെന്ന വാഗ്ദാനം നിറവേറ്റണം. വാഗ്ദാനം പാലിച്ചാൽ ലഡാക്ക് ജനത അവർക്ക് തന്നെ വോട്ട് ചെയ്യും. അതവർക്ക് നേട്ടമാണ്. മറിച്ചായാൽ ഫലം പ്രവചിക്കാനാവില്ലെന്ന് വാങ്ചുക് പറഞ്ഞു. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന ലഡാക്കിലെ കലാപത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. BJP ഓഫീസുകളും നിരവധി പോലീസ് വാഹനങ്ങളും പ്രക്ഷോഭക്കാർ കത്തിച്ചു. ലഡാക്ക് സമര നേതാവ് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി. തന്നെ അറസ്റ്റ് ചെയ്താൽ കാര്യങ്ങൾ ഗുരുതരമാകുമെന്ന് സോനം വാങ്ചുക് അറിയിച്ചിട്ടുണ്ട്. ലേ നഗരം തെരുവ് യുദ്ധത്തിന് സാക്ഷിയാകേണ്ടി വന്നിരിക്കുന്നു. ചൈനയും പാകിസ്ഥാനും നോട്ടമിട്ട ലഡാക്കിന് അതിർത്തിക്കപ്പുറത്തു നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.